വെൽക്കം ടു ഷെലിൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ട്യൂണ മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. ഗ്രാം കാൻഡ് ട്യൂണ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലുള്ള ട്യൂണയാണ് ഇതെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൽ നിന്ന് എണ്ണ ഊറ്റി മാറ്റാം. കറിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 10-12 ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഉലുവ ഒന്ന് ചൂടാക്കി എടുക്കാം. ഉലുവ ഇപ്പം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പൊ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർക്കാം. വളരെ കനം കുറച്ചാണ് ഇത് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഒന്ന് സോട്ടായി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് സോട്ടാക്കി എടുക്കാം. ഇപ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി അതിലേക്ക് 3 പച്ചമുളകും കുറച്ച് വേപ്പിലയും ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കാം. ഇപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ സവാളയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി എരിഞ്ഞത് ചേർക്കാം. നമ്മളിതിൽ വേറെ കുടംപുളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. തക്കാളിയുടെ പുളിയേ ഉണ്ടാവുള്ളൂ. അപ്പം അത്യാവശ്യം വലിയ ഒരു തക്കാളി തന്നെ ചേർക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ സവാള പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് ഇടണം. ഇപ്പം മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാൻഡ് ട്യൂണ ഇട്ട് കൊടുക്കാം. ഇപ്പം അതിൽ ഓയിലൊക്കെ ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓയിൽ ഇത് എടുക്കുന്നില്ല, വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഈ ട്യൂണ മസാല ഉണ്ടാവുന്നത്. ഇനി ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മളുടെ ട്യൂണ മസാല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത്. നമുക്കിത് ചോറിനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.